ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ ചേർന്ന് നിർമ്മാണം ചെയ്ത ഒരു ഇന്ത്യൻ സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബൾട്ടി. കേന്ദ്ര കഥാപാത്രങ്ങളിലായി ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, അൽഫോൻസ് പുത്രൻ, സെൽവരാഘവൻ, പ്രീതി അസ്രാണി എന്നിവരൊക്കെയുണ്ട്. ഈ സിനിമ ഷെയ്നിന്റെ 25ാമത് സിനിമയാണ്. ഈ സിനിമയുടെ സംഗീത സംവിധായകൻ സായ അഭ്യങ്കർ. നിങ്ങൾക്കറിയാം, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് തന്റെ ഡെബ്യൂട്ടന്റ് ഫിലിം, അതും മലയാളത്തിൽ റിലീസാകുമ്പോൾ വാങ്ങുന്ന റെമ്യൂണറേഷൻ 2 കോടിയാണ്. അത് ഇന്റർവ്യൂസിലും പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ആ ജാലക്കാരി സോങ് വളരെ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും പുള്ളി വർത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എമൗണ്ടും വർത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ആ സിനിമയിലും സായ അഭ്യങ്കർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശിവകുമാറാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ചെയ്തിരിക്കുന്നത് അലക്സ് ജെ ആണ്. സിനിമയിൽ വരുമ്പോൾ ഈ സിനിമ തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏജിസ് എന്റർടൈൻമെന്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്ത ഒരു മലയാള ചിത്രം, നല്ലൊരു സിനിമ, എനിക്ക് വർക്കൗട്ടായി. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്പോർട്സ് ബേസ്ഡ് സിനിമയാണ്. കബഡിയാണ് മെയിൻലി സ്പോർട്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് സിനിമയിൽ പറയുമ്പോൾ ഈ സിനിമ തുടക്കത്തിൽ തന്നെ ഒരു സീരിയസ് ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു വെട്ടുകുത്താണ് സിനിമ. ഈ സിനിമ കഴിഞ്ഞ് അവരുടെ ഒരു ഇൻട്രോ ഉണ്ട്. അതൊരു നോർമൽ ഇൻട്രോ. അവർ കാണും, അവർ സ്പോർട്സ് ആണ്, അവർ കബഡി പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അത് വെച്ച് അവരൊരു എലവേറ്റ് ചെയ്യുന്നത് പോലെ അവർക്കൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ടായി, കൊള്ളാം. ആൻഡ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ മേജർ പൊസിഷൻസ് ഉണ്ട് കബഡിയിൽ. അതിന് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ ഒരു എലവേഷനിലുള്ള ഒരു ഇൻട്രോ, അത് നന്നായിട്ട് എനിക്ക് വർക്കൗട്ടായി. നല്ലൊരു ഇൻട്രോ ആയിരുന്നു. ആൻഡ് ഇതിൽ ഷെയ്ൻ നിഗം നന്നായിട്ട് പെർഫോം ചെയ്തു. ആക്ഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആക്ഷനൊക്കെ സ്പോർട്സ് ബേസ്ഡ് പോലെയാണ്. കബഡിയിൽ എങ്ങനെയൊക്കെ ചാടി അടിക്കുന്നു അല്ലെങ്കിൽ ചാടുന്നു എന്നുള്ള ഇതൊക്കെ ആയിട്ട് അതുപോലെ ഒരു ടൈപ്പായിട്ടുള്ള ഒരു ആക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ ഓഡിയൻസും കൺവിൻസ്ഡ് ആവും. നല്ല രീതിയിൽ ഒരു കോളനിയിലാണ് അവർ താമസിക്കുന്നത്. 4 സുഹൃത്തുക്കൾ, അതായത് ശാന്തനു, ഭാഗ്യരാജ്, പിന്നെ ഷെയ്ൻ നിഗം, പിന്നെ 2 പേരും കൂടെ ഉണ്ട്. അങ്ങനെ ഈ 4 പേരുമായിട്ട് വളരെ സുഹൃത്തുക്കളാണ്. കബഡി പ്ലേയേഴ്സ് ആണ്. അവർ ഇതുപോലെ നാട്ടിലെ കോളനിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നു. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട്, വളരെ ഓവറായിട്ട് ചളിപ്പിക്കാതെ നല്ല രീതിക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്രിയേറ്റർ. സിനിമയിൽ വരുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിക്ക് അവർ ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് സിനിമ. ഇങ്ങനെ മൂവ് ചെയ്തു പോകുമ്പോൾ ഒരു ടിപ്പിക്കൽ ടൈമിൽ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് സീൻസുകളും വരും. ആൻഡ് എലവേറ്റിംഗ് സീൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇവർ കബഡി പ്ലേയേഴ്സ് ആണ്. ഇവരാണ് അവിടുത്തെ മുഖ്യ പ്ലേയേഴ്സ്. അപ്പോൾ സെൽവരാഘവൻ അവിടെ ഒരു വില്ലൻ ക്യാരക്ടറാണ്, നിങ്ങൾക്ക് അറിയാം. സെൽവരാഘവൻ വരുന്നു. സെൽവരാഘവൻ അവിടെ ഒരു ചിട്ടി കമ്പനി, അതായത് ഈ ഇൻട്രസ്റ്റ് പലിശ വട്ടി കമ്പനി എന്ന് പറയാം, വട്ടിക്കമ്പനി നടത്തുന്ന കൊള്ളപ്പലിശക്കാരൻ. അങ്ങനെ സെൽവരാഘവന് അതുപോലത്തെ കുറച്ച് റോളുകൾ, കുറച്ച് പേർക്ക് കാശ് കൊടുക്കുന്നു, അവർ കടം വീട്ടുന്നില്ല, അവർ ഒരു ഉപദ്രവിക്കുന്ന ഒരു ഇതും നോർമലായിട്ടുള്ള വില്ലനെ പോലെ ഇരുന്ന് സൈലന്റ് ആയിട്ട് സംസാരിച്ച് ഒരു വലിയൊരു വില്ലനിസം കാണിക്കുക. അങ്ങനെ കാലഭൈരവൻ എന്നൊരു ടിപ്പിക്കൽ ആ ഒരു നെയിമിലൊക്കെയാണ് സെൽവരാഘവനെ കാണിക്കുന്നത്. ആൻഡ് സെൽവരാഘവന് ആ ഒരു മ്യൂസിക് വരുന്നുണ്ട്, അതും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ വരുമ്പോൾ ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്റർവെൽ ടൈം വരുന്നു. ഇന്റർവെല്ലിൽ നല്ലൊരു ഇന്റർവെല്ലാണ്. ആൻഡ് ഇതിൽ ഈ ഇന്റർവെല്ലിന് മുമ്പായിട്ട് 2 ക്യാരക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. അതായത് സോഡാ ബാബു, അൽഫോൻസ് പുത്രനും പൂർണിമ ഇഞ്ചിറത്ത്, അതായത് ജീമ എന്നാണ് സിനിമയിലെ പേര്. ആൻഡ് ഇവർ 2 പേരും, ഈ സെൽവരാഘവൻ, പൂർണിമ ഇന്ദ്രജിത്ത്, സോഡാ ബാബു, ഈ 3 പേരും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട്. അതായത് ഇവർ തമ്മിൽ ബിസിനസ് അല്ലേ, അങ്ങനെ ഒരു ചെറിയൊരു ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ ഷെയ്ൻ നിഗമും കൂട്ടുകാരും പോയി ചെന്ന് പെടുന്നു. അങ്ങനെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. നല്ല രീതിക്ക് തന്നെ അത് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അവരുമായിട്ട് സോഡാബാബു, അൽഫോൻസ് പുത്രനുമായിട്ട് സ്റ്റെൻഡും കാര്യങ്ങളും. എനിക്ക് അൽഫോൻസ് പുത്രൻ്റെ റോള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് പുള്ളിക്കാരൻ ഒരു വില്ലൻ വേഷമാണ് ചെയ്തത്. പക്ഷെ എനിക്ക് കോമഡി ആയിട്ട്, അതായത് കോമഡി മീൻസ് ചിരിക്കുന്ന അങ്ങനെ അല്ല, ഒരു പുള്ളി ഒരു വില്ലനിസം, ഒരു കോമഡി. പുള്ളിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു മാസിലായിട്ടാണ് പറയുന്നത്, ഒരു കോമഡി ആയിട്ട്. അതായത് പിള്ളേരെ നീയൊക്കെ അവിടെ കളിച്ചിട്ടുണ്ടാകും ഇവിടെ, പക്ഷെ അത് നല്ല സാധനമാണ്. പക്ഷെ അത് എന്തായാലും നമുക്ക് ചിരി വരും. ഒരു കോമഡി ആയിട്ടുള്ള ഒരു നല്ലൊരു
ഒരു പ്രൊട്ടഗോണിസ്റ്റ്, ഒരു നല്ലൊരു വില്ലനായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതിൽ വരുമ്പോൾ പൂർണിമ ഇന്ദ്രജിത്ത് വരുന്നുണ്ട്. പൂർണിമ ഇന്ദ്രജിത്തിന് എനിക്ക് ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രധാന റോള് തന്നെയാണ്. പക്ഷേ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. ചുമ്മാ വന്ന് സിഗും വലിച്ച് സിഗരറ്റും വലിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഒരു മെയിൻ സമയത്ത് വരുമ്പോൾ ഒരു ചതിയും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. ആൻഡ് സെൽവരാഘവൻ കൊള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ സത്യം പറഞ്ഞ ഈ തുടക്കത്തിലെ 2 ഓഡിയൻസിനെ അത് തമിഴ്, മലയാളം, കേരള, തമിഴ്നാട്, ആ 2 ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതലും തമിഴും മലയാളവും രണ്ടും ചേർത്താണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഈ തുടക്കത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു തമിഴ് സിനിമ കാണുന്ന ഫീലാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു തമിഴ് ഫോക്ക് സോങ്ങുകൾ എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് പ്രീതി അസ്രാണി നായികയുമായിട്ട് കണ്ടുമുട്ടുന്നു. അങ്ങനെ ജാലക്കാരി സോങ് വരുന്നു. പിന്നെ അതുമായിട്ട് കുറച്ച് സീൻസ്. പിന്നെ ഇന്റർവെല്ലിൽ സെൽവരാഘവൻ, അതായത് ഇവരെ നമ്മളെ ടീമിലേക്ക്, സെൽവരാഘവനും ഇതേപോലെ ഒരു ടീമുണ്ട്. ആ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിക്കും, ഈ 4 സുഹൃത്തുക്കളെ. അങ്ങനെ അവർ വരുന്നു. അങ്ങനെയാണ് സെൽവരാഘവന്റെ ആ പിക്ചറിലേക്ക് ഈ 4 പേര് വരുന്നത്. അങ്ങനെ വന്നു. ഇവരുമായിട്ട് സോഡാ ബാബുവിൻ്റെ ഒരു തിങ് ഉണ്ട്, ഒരു സാധനമുണ്ട്. അത് പോയി ഇവരെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ അവർക്ക് സെൽവരാഘവന്റെ പ്രശംസ പിടിച്ചു പറ്റും. പിന്നെ സെൽവരാഘവൻ ഇവരുടെ ടീമിലാക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് കഴിയുമ്പം 2 പേരും പിരിയും, അടിയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെ ആ ഇന്റർവെല്ലിൽ നല്ല ഫൈറ്റ് ഉണ്ട്. ആൻഡ് ആ ഇന്റർവെൽ സീനിലെ ഫൈറ്റ് തന്നെ ഒരു 6-7 മിനിറ്റോളം ഉണ്ട്. ഒരു ലോങ് ആക്ഷൻ സീക്വൻസ് ആണ്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ മ്യൂസിക്കും സായി സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്റർവെല്ലിൽ കഴിഞ്ഞ് വരുമ്പം ഇതുപോലെ നല്ലൊരു ഫൈറ്റും കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നുണ്ട്. ആൻഡ് സെൽവരാഘവന്റെ വീട്ടിൽ വെച്ച്, അതായത് സെൽവരാഘവന്റെ ഇടത്തിൽ വെച്ചിട്ട് അപ്പോഴാണ് സിനിമയുടെ കഥ മാറുന്നത്. അതായത് സെൽവരാഘവനെ എതിർക്കുന്നു ഷെയ്ൻ നിഗം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. അത് നല്ല സീന്. അവിടെ നിന്ന് ഒരു കിടിലം ഫൈറ്റ് ഉണ്ട് ആ വീട്ടിൽ വെച്ച്. ഷെയ്ൻ അങ്ങനെ ഷെയ്ൻ അതുമായിട്ട് പോകുന്നു. പിന്നെ ബ്രൂട്ടാലിറ്റിയാണ്, കുറച്ച് കൊല്ലലും വെട്ടലും ചതിയും, ഫുൾ ചതിയും കൊല്ലലും അങ്ങനെയൊക്കെ ആയിട്ട് സിനിമ പോകുന്നു. പിന്നെ അവസാനം വരുമ്പോൾ ഇതേപോലെ ഒരു സെൽവരാഘവൻ എല്ലാവരും ഒരു ടിപ്പിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഫോമിലാണ് കൊല്ലുന്നത്. അതുപോലെ ഷെയ്ൻ നിഗമും കൊല്ലുന്നു. പിന്നെ അങ്ങനെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവസാനം വരുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത ഒരു സീൻ എന്ന് പറയുന്നത്, ഇതിൽ പൂർണിമ ഇന്ദ്രജിത്തിന്റെ റോളുണ്ട്. അപ്പം പുള്ളിക്കാരി വരുന്നത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്ന് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് പറയണം. ആൻഡ് പുള്ളിക്കാരിയുമായിട്ട് അവിടെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അവിടെ ഒരു സീക്വൻസ് കുറച്ചുകൂടെ ചേർക്കാമായിരുന്നു, ഒരു റിവെഞ്ച് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. ബട്ട് അവിടെ ഞാനത് സ്പോയിലർ ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് അപ്പോൾ തോന്നും അത് ശരിയാണ്, അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കിക്കായേനെ സിനിമ എന്ന്. ആൻഡ് സിനിമ അവസാനം ഇതുപോലെ ഒരു കള്ളനും പോലീസ് എന്നൊരു ലേബലിൽ സിനിമ വരികയാണ്. ശാന്തനു ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് ശാന്തനു ഭാഗ്യരാജൊക്കെ ഒരു നല്ല റോൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. ആൻഡ് അവരുടെ കൂടെ അഭിനയിച്ചവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ക്ലൈമാക്സിൽ വരുമ്പം ഈ ശാന്തനുവും ഷെയ്നുമായിട്ട് ഭയങ്കര നല്ല കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കള്ളനും പോലീസ് എന്നൊരു ലേബലിൽ അവരെ കാണിക്കുന്നുണ്ട്. അതായത് പോലീസായിട്ട് ആളെ ഞാൻ പറയുന്നില്ല, കള്ളനായിട്ട് ആളെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കിക്കോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ക്ലൈമാക്സിൽ. അതായത് എല്ലാവരെയും കൊന്നതിന് ശേഷം വീണ്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരാൾ പോലീസായി ഒരാൾ കള്ളനായി. ഇനി ഒരു മറ്റേ മൗസ് ആൻഡ് ഗേറ്റ് ഗെയിം പോലെ, അതുപോലെ ഒരു പാർട്ട് 2 എന്ത് ചെയ്യാമെന്നുള്ള രീതിക്കുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഡയറക്ടർ ഉണ്ണി ശിവലിംഗം ക്രിയേറ്റ് ചെയ്തു. മൊത്തത്തിൽ ബൾട്ടി നല്ല ഫിലിം, നിങ്ങൾ ഇഷ്ടപ്പെടും. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് പോയപ്പം അധികം ആൾക്കാരൊന്നും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് അത്യാവശ്യം ക്ലാപ്സുകളും ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയിലെ നല്ല സീൻസൊക്കെ ഉണ്ട്, ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ഓവറാക്കി അല്ലെങ്കിൽ മോശമാക്കിയൊന്നും സായി ചെയ്തിട്ടില്ല. ജാലക്കാരി സോങ്ങിന്റെ പ്ലേസ്മെന്റും ജാലക്കാരി സോങ്ങൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി. എനിക്ക് ആ സോങ് ഞാൻ ഒരുപാടൊന്നും കേട്ടില്ല, പക്ഷെ തിയേറ്ററിൽ കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീലായി. നല്ല സോങ്ങാണ് ആ ജാലക്കാരി സോങ്ങൊക്കെ. പിന്നെ മൊത്തത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും, കാരണം നല്ല സിനിമയാണ്. ഷെയ്ൻ നിഗം
എനിക്ക് ഞാൻ പറഞ്ഞില്ല ഷെയ്ൻ നിഗമത്തിൽ ഒരു അവസാനം ഒരു ഇമോഷണൽ സാധനമുണ്ട്. അതായത് ആക്ഷനും എല്ലാം കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ട് അവസാനം കരയുന്ന പോലത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട്. അതെനിക്ക് കുറച്ച് തോന്നി അത് ഒരുപാടൊന്നും വേണ്ടായിരുന്നു. എനിക്ക് ഒരുമാതിരി എനിക്കത് അത്ര ഇമ്പ്രസ് ആയില്ല. ചിലപ്പോൾ ഇനി അടുത്ത സിനിമകളിൽ നന്നായിട്ട് ചെയ്യുമായിരിക്കും. ബട്ട് ആക്ഷനൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ട്. പിന്നെ കുറച്ച് ബൾക്കായിട്ടുണ്ട് ആള്, ശരീരമൊക്കെ വെച്ച് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ ഷെയ്നിന് ഈ മുട പിടിക്കുന്ന റോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. എന്താ പട്ടിയെന്ന അങ്ങനെ സാധനമൊക്കെ ഷെയ്നിന് സൂപ്പറായിട്ട് വരും. മൊത്തത്തിൽ ബൾട്ടി, എ ഗുഡ് ഫിലിം.